ഹായ് കൂട്ടുകാരി, ഇപ്പോൾ നമ്മളിതാ നൈറ്റ് തൊഴുത്തിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. വിളിച്ച് ലേറ്റ് അടിച്ച് അനുസരിച്ച് കേട്ടോ. മാറടാ ഇവനില്ലേ, എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി തിമിര് കൂടുതലാണ് കേട്ടോ. കുത്താൻ എന്നെയെന്നല്ല എല്ലാവരിനും. അപ്പൂന് ചോദിച്ചു ബാക്കി എല്ലാവരും ഇവൻ കുത്താൻ കണ്ടു. ബാക്കിക്ക് മനഃപൂർവ്വം അടി ഉണ്ടാക്കാനാണ്. വളമൊക്കെ ക്യാച്ചാണല്ലോ ഇപ്പോൾ. ഈ മാറ്റിപ്പോൾ വിരിച്ചുകൊണ്ട് നമുക്ക് ഭയങ്കര യൂസാണ് കേട്ടോ, വളം കഴുകാനൊക്കെ. അപ്പോൾ എന്താണ് ഇവള് വളമൊക്കെ വെള്ളം പോലെ ആവണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അതിനുള്ള മരുന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നോർമലായിട്ടാ. അപ്പം ഇനി നാളെ തൊട്ട് അപ്പോൾ കുറേ മേയാൻ വിടാം. ഇപ്പോൾ കുറച്ച് ദിവസം മേയാൻ വിടുന്നില്ല. ഇനി അപ്പൂൻ്റെ ഡ്യൂട്ടിയിലേക്ക് കിടക്കാൻ പോകണം. കുഞ്ഞു അവൾക്ക് ഇടാൻ താല്പര്യമില്ല. അപ്പോൾ തൊഴുത്ത് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ വന്നിട്ട് വേണം നമ്മൾ. അപ്പോൾ ഫാസ്റ്റ് ഫുഡൊക്കെ നിർത്തിയത് കൊണ്ട് ഇന്ന് ചിക്കൻ നൂഡിൽസും ചിക്കൻ ഫ്രൈഡ് റൈസും ആണെങ്കിൽ ഇപ്പോൾ എവിടെ നോക്കട്ടെ, ക്യാമറ നോക്കൂ. അപ്പോൾ നാളെ ക്രിക്കറ്റ്, ഞാൻ അപ്പൂന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ബാറ്റും കൊണ്ട് അപ്പോൾ നാളെ ഗ്രൗണ്ടിലേക്ക് ബാറ്റ് കൊണ്ടുപോയ പോലെ തന്നെ നമുക്ക് ഇതിൽ തന്നെ പൂട്ടി വെക്കാം എന്നൊക്കെ. അപ്പോൾ ചിലപ്പോൾ ബാറ്റ് കൊണ്ടുപോയ പോലെ തന്നെ നമുക്ക് നാളെ നോക്കാം. അപ്പോൾ ബാറ്റ് കൊണ്ടുപോയാൽ കൊണ്ടുവരുമോ എന്ത് ചെയ്യുന്നു. അമ്മിനി പശു എവിടെ? ഇത് അമ്മുവിൻ്റെ ആകിട്ട് തേക്കാനുള്ള ഓയിൽമെൻറ്റും ഉണ്ട് കേട്ടോ. ഓയിൽമെൻറ്റ് എടുത്തില്ലല്ലോ, ഓയിൽമെൻറ്റും ഉണ്ട്. അവൾക്ക് നീരിന് തേക്കാൻ വേണ്ടിയിട്ട് ആ ഓയിൽമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മളുടെ പരിപാടി എന്താ പറഞ്ഞാൽ അവൾക്ക് പഴത്തിൽ മരുന്ന് കൊടുത്തോ? അയ്യോ, ഞാനത് വീഡിയോ എടുക്കാനാണ് വന്നത്. അവൾക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞു. അവൾക്ക് നല്ല പെയിൻ ഉണ്ട്. എനിക്ക് വയ്യ, ഞാൻ കുളിക്കും. ഞാൻ ഇനി കുളിക്കില്ല. ഞാനേ ഇവിടെ വളം വാരിയ മൂത്രമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുളി നിർബന്ധമാണ്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ വന്ന് വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ക്ലീൻ ചെയ്തിട്ടാ. എന്നിട്ട് അപ്പോൾ കുളിക്കും. ഇപ്പോൾ ഒരാളുടെ മേത്ത് ആക്കിയാൽ മതിയല്ലോ. ഈ സമയത്ത് ഇപ്പോൾ രണ്ടാളുടെ പണിൻ്റെ ആവശ്യമില്ലല്ലോ. ഫ്ലാഷ് അടിച്ചു കൊടുക്കും. ഇതേണ്ട. അപ്പോൾ ഇതെന്താ വരുന്നത്? അങ്ങനെ പറയാൻ പാടില്ല. വേണ്ട, നിന്നെ മാത്രം അവൻ കുത്താത്ത. ഇപ്പം ഞാൻ സമാധാനം നിൻ്റെ അടുത്ത് ആക്കണ്ട. പോയി എന്താണ്, ഞാനാണെങ്കിലും പടപ്പിച്ച് ഓട്ടിക്കും. പോത്ത് നോക്കാൻ ഡെയിലി കച്ചവടക്കാർ വരികയാണ്. അവർ പറയണത് നിങ്ങൾ പറയണ വില കറക്റ്റാണ്, പക്ഷേ ഞങ്ങൾക്ക് വണ്ടിയിലൊക്കെ കയറ്റിയിട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമില്ലേ എന്നൊക്കെയാണ് പറയണത്. അവർക്ക് നഷ്ടം നോക്കിയിട്ട് നമുക്ക് കച്ചവടം ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലാഭം. നമ്മൾ അപ്പു പറ വില കിട്ടാണ്ട് കൊടുക്കില്ല. അപ്പൻ്റെ മാസ ഡയലോഗൊക്കെയാണ് കേട്ടാ പറയണത്. എന്താ ഇവള് ഇതിൽ നിൽക്കാണ്ട് അവിടെ പോയി നിൽക്കണ്? ഇവൾക്ക് മാറ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നുന്നു. അകിട് വെക്കൊന്നും വരണ്ടാന്ന് വെച്ചിട്ട് അവൾക്കൊരു ഇവിടെ വൈക്കോലിൽ ഇട്ട മാറ്റായിരുന്നു കേട്ടോ, അതെടുത്തിട്ട് കൊടുത്തത്. ഹേയ് പൊടിയൻ, എനിക്ക് ഫ്രൈഡ് റൈസ് വേണോ ചിക്കൻ നൂഡിൽസ് വേണോ? അവനൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇതാ നമ്മുടെ ലാസ്റ്റത്തെ കേട്ട് വൈക്കോലാണ്. ലാസ്റ്റത്തെ സപ്പർ അല്ലേ പൂ? ഇന്നത്തെ ലാസ്റ്റത്തെ സപ്പറാണ് നിങ്ങൾക്ക്. നാളെ നിങ്ങൾ പട്ടിണി. വൈക്കോല് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നാളെ. കുറേ ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഞാൻ 15 ഇട്ട് കൊണ്ടുവന്നിട്ട് 15 ദിവസം പോലും ആയിട്ടില്ല. അപ്പോഴേക്കും അതൊക്കെ തീർത്തു ആശാൻ തീർത്തുണ്ട്. കണ്ട അവൻ എന്നെ കുത്താൻ കഴിഞ്ഞപ്പോൾ. അപ്പോൾ നിൻ്റെ ആളുടെ അടുത്ത് പറഞ്ഞു വയ്ക്കണം കുത്തണ്ടാന്ന്. അപ്പോൾ നമ്മളിതാ വൈക്കോലിട്ട് കൊടുക്കണം കേട്ടോ. കൊടുവായൂർ തേര് തോറ്റു കഴിഞ്ഞാൽ വേഗം വരാലോ എന്നാണ് അപ്പോൾ പറയുന്നത്. അപ്പം അപ്പോൾ വൈക്കോല് വരും. കുറേശ്ശെ ഇട്ട് കൊടുക്കും എൻ്റെ അപ്പൂ. ഇത് നമ്മുടെ പശുവിന് ഇട്ട് കൊടുക്കാൻ പോകുന്നു. പശുവിനല്ലേ, പോത്തിന് തന്നെയാണ്. ഞാൻ ആ വഴിക്ക് പോകണുണ്ട്. അപ്പോൾ തൊഴുത്തിക്കാവും വിജയിച്ചു. കന്നെ അമ്മേ വൈക്കോലിൻ്റെ പൊടി പറഞ്ഞു നോക്ക്. എന്താ ഗുണ്ടൻ പാവണ്ട. ഗുണ്ടന് കൊടുത്തില്ല. ഒന്ന് പോടേന്നൊക്കെ. ഇനി നമ്മുടെ പശുക്കുട്ടിക്കുള്ള വൈക്കോലി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പഴയ ഡ്രസ്സ് ഇട്ടായിരുന്നില്ലേ ഇപ്പോൾ? ഈ ഡ്രസ്സിലൊക്കെ പൊടി
മിക്കൂസ് ഉറങ്ങിയിട്ടാ. അതാ നമ്മുടെ ഡ്രമ്മിലൊക്കെ വെള്ളം ഫുൾ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രമ്മിൻ്റെ അവസ്ഥയാണിത്. ഇവർ പൊട്ടിച്ചിട്ടുള്ള വട്ടകളുടെ എണ്ണമാണ് ഈ ഇരിക്കുന്ന ഓരോ വട്ടകളും. നമ്മുടെ നാരങ്ങ മരം, ഇത് നമ്മളുടെ ഈ പപ്പായി അനുസരിച്ച് അമ്മേ പപ്പായി എവിടെ അല്ല, ഞാൻ കാണിക്കുന്നത് തെങ്ങിലാണ് പപ്പായി കൊണ്ട്. ഇന്നത്തെ പപ്പായോ നമ്മൾ അന്ന് വലിച്ചിട്ടൊന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ വൈക്കോലിട്ട് കൊടുക്കണം കേട്ടോ. വൈക്കോലിട്ട് കഴിഞ്ഞ് നമ്മുടെ നൈറ്റത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഓൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതവരെല്ലാവരും എന്താ വൈക്കോലിട്ട് കൊടുത്തപ്പോൾ നമ്മുടെ ചെറിയ പോത്ത്, നമ്മുടെ നടുക്കഷ്ണം, നമ്മുടെ വലിയ കഷ്ണം, ഇത് നമ്മുടെ ഗുണ്ടൻ പോത്ത്. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞൂനും അമ്മൂനും വൈക്കോലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ മഴയൊക്കെ ഇല്ലെങ്കിൽ വൃത്തിയിൽ കിടക്കും, മഴയുണ്ടെങ്കിലാണ് അലമ്പവത. അമ്മ പശുവിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞു പശുവിൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കണം. എൻ്റെ കുഞ്ഞു പശുവിന്, അത് അമ്മ പശു. അപ്പോൾ കഴിഞ്ഞില്ലേ? അപ്പോൾ പറയും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ. ചാനലെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മസ്റ്റ്. കാരണം നിങ്ങളുടെ കമൻറ്റ് അറിയാമല്ലോ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ദയവേത് അതുകൊണ്ട് ഞങ്ങളാരും വിലയിരുത്തുകയും ചെയ്ത് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. കാരണം അത്രയ്ക്ക് നിങ്ങളോട് പറയാൻ മടിച്ചിട്ടാണ്, അത്രയ്ക്കും വൃത്തികേടായിട്ടാണ് ഒരാൾ വന്ന് കമൻറ്റ് ഇട്ടത്. പെട്ടെന്ന് കേട്ടപ്പോൾ ഇത് എന്നെക്കുറിച്ചല്ല, അപ്പോൾ അതും പൊന്നിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലവണ്ണം ഫീൽ ചെയ്തു. എൻ്റെ ഫീലിങ്സും എനിക്ക് ദേഷ്യമൊക്കെ കൂടി വന്നുകൊണ്ടാണ് ഞാനും ആ ലൈവിൽ അത്രയും വാക്കുകൾ ഉപയോഗിച്ച് പോയത്. അത് അത്രയ്ക്കും ഫസ്ട്രേറ്റഡ് ആയതുകൊണ്ടാണ്. അത് പറഞ്ഞിട്ട് നമ്മളെ വീഡിയോസ് കാണാതിരിക്കുക അല്ലെങ്കിൽ അന്ന് ചെയ്യരുത്. എല്ലാവരും വീഡിയോസ് കാണാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് നല്ല ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. നമുക്ക് എന്തെങ്കിലാന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ഫാമിലിനെ പോലെ ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ, അവരെല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം തുടർന്നും ചെയ്യാട്ടോ. താങ്ക്സ്. പപ്പുവിന് പറയാനുള്ളതൊക്കെ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയും ചിലവരുണ്ട് കമൻറ്റ് ചെയ്യണം, നമ്മളത് മൈൻഡ് ആക്കാണ്ട് നമുക്ക് പറയാനുള്ള മറുപടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ കഴിഞ്ഞായിരിക്കും. ബൈ.